മുംബൈ, ഇന്ത്യ 2026 മെയ് 24 വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ IPL ഒരു നിർണായക മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ തകർത്തുവിട്ടു. സീസണിലെ 69ാം മത്സരത്തിൽ നേടിയ ഈ തകർപ്പൻ ജയം മുംബൈ ടീമിനെ പ്ലേ ഓഫ് സാധ്യതകളിൽ മുന്നിലെത്തിച്ചു. സ്വന്തം തട്ടകത്തിൽ ലീഗ് ഘട്ടം ഗംഭീരമായി അവസാനിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞു. എന്നാൽ മറുവശത്ത് രാജസ്ഥാൻ റോയൽസിന്റെ കാര്യം അത്ര ശുഭകരമല്ല. പോയിന്റ് പട്ടികയിൽ അവർ ഇപ്പോൾ 4ാം സ്ഥാനത്താണെങ്കിലും ആ സ്ഥാനം അത്ര ഭദ്രമല്ല. പ്ലേ ഓഫിലെത്താൻ ഇനിയുള്ള മത്സരങ്ങളുടെ ഫലം അവർക്ക് അനുകൂലമാകണം. ഈ മത്സരത്തിൽ റോയൽസ് ജയിച്ചിരുന്നെങ്കിൽ പ്ലേ ഓഫ് ഉറപ്പിക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സീസണിലെ അവസാനഘട്ട മത്സരത്തിന് ആവേശം ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ബാറ്റിംഗിന് അനുകൂലമായ പിച്ചും ആവേശം നിറഞ്ഞ കാണികളും ഒരുപാട് പേരുകേട്ട മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലെ അന്തരീക്ഷം റൺമഴ പ്രതീക്ഷിച്ച ഒരു മത്സരത്തിന് കളമൊരുക്കി. ഇരു ടീമുകളും ആവേശം നിറഞ്ഞ ഒരു പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചത്. വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനങ്ങളും ഒപ്പം തന്ത്രപരമായ ബോളിംഗ് സ്പെല്ലുകളും മാറി മാറി കണ്ടു. നല്ല ബൗൺസ് നൽകുന്ന ഷോട്ടുകൾക്ക് അനുകൂലമായ പിച്ച് പ്രതീക്ഷിച്ചതുപോലെ ഒരു ബാറ്റിംഗ് പറുദീസായി. മത്സരത്തിന്റെ ഭൂരിഭാഗം സമയത്തും ബാറ്റ്സ്മാൻമാരുടെ ആധിപത്യമായിരുന്നു. 10 ടീമുകൾ 74 മത്സരങ്ങളിൽ മാതരിക്കുന്ന പരമ്പരാഗത പ്ലേ ഓഫ് ഘടനയോട് കൂടിയ IPLന്റെ 19ാം സീസൺ അതിന്റെ ഒരു നേർചിത്രം കൂടിയായിരുന്നു ഈ മത്സരം. ഈ കളിയുടെ പ്രാധാന്യം ഒരു വിജയത്തിലോ തോൽവിയിലോ ഒതുങ്ങുന്നില്ല. ടൂർണമെന്റ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇരു ടീമുകളുടെയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഇത് നിർണായകമായ ഒരു ഘടകമാണ്. രാജസ്ഥാൻ റോയൽസിന്റെ ഇന്നിംഗ്സിൽ മികച്ച വ്യക്തിഗത പ്രകടനങ്ങളാണ് കണ്ടത്. അതിൽ മുന്നിട്ട് നിന്നത് അവരുടെ ക്യാപ്റ്റൻ റിയാൻ പരാഗ് തന്നെ. 2026 സീസണിൽ ക്യാപ്റ്റൻസിയുടെ ചുമതലയേറ്റ പരാഗ് താനൊരു മികച്ച ഓൾറൗണ്ടറായി മാറിയെന്ന് തെളിയിച്ചു. തകർപ്പൻ ബാറ്റിംഗിലൂടെ മുന്നിൽ നിന്ന് നയിച്ച അദ്ദേഹം പാർട്ട് ടൈം സ്പിന്നിലൂടെയും തന്റേതായ സംഭാവനകൾ നൽകി. അദ്ദേഹത്തിന്റെ ആക്രമണോത്സുകവും എന്നാൽ കൃത്യമായതുമായ സമീപനം മുംബൈ ഇന്ത്യൻസിന് മുന്നിൽ ഒരു വലിയ ലക്ഷ്യം വെക്കുന്നതിൽ നിർണായകമായി. അദ്ദേഹത്തിന് നിർണായക റൺസുകളുമായി കൂട്ടായെത്തിയത് സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഡൊനോവൻ ഫെരേരയാണ്. അദ്ദേഹത്തിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് മധ്യ ഓവറുകളിൽ നിർണായകമായ മൊമെന്റം നൽകി. സ്കോറിംഗ് വേഗത കൂട്ടാനുള്ള ഫെരേരയുടെ കഴിവ് റോയൽസ് നിരയിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പമുള്ള വിജയകരമായ കാലയളവിന് ശേഷം 2026 സീസണിൽ രാജസ്ഥാൻ റോയൽസിലേക്ക് മടങ്ങിയെത്തിയ രവീന്ദ്ര ജഡേജയും വലിയ സ്വാധീനം ചെലുത്തി. റൺസ് വിട്ടുകൊടുക്കാത്ത ഇടങ്കയ്യൻ ഓർത്തഡോക്സ് ബൌളിംഗിലൂടെയും അതുപോലെ നിർണായകമായ ബാറ്റിംഗ് പ്രകടനങ്ങളിലൂടെയുമായിരുന്നു അത്. ഈ മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങളെല്ലാം ഉണ്ടായിട്ടും മുംബൈ ഇന്ത്യൻസിന്റെ ചേസ് വളരെ ശക്തമായിരുന്നു. ഇടങ്കയ്യൻ പേസർ നാൻഡ്രെ ബർഗർ നയിച്ച രാജസ്ഥാന്റെ ബോളിംഗ് നിര തുടക്കത്തിൽ മുന്നേറ്റങ്ങൾ നടത്തി. 2024 IPL അരങ്ങേറ്റം കുറിക്കുകയും റോയൽസിനായി സ്ഥിരതയാർന്ന പ്രകടനം നടത്തുകയും ചെയ്യുന്ന ബർഗ് തന്റെ പേസും സ്വിംഗും ഉപയോഗിച്ച് മുംബൈയുടെ ടോപ്പ് ഓർഡറിനെ വട്ടം കറക്കി പ്രധാന വിക്കറ്റുകൾ സ്വന്തമാക്കി. അദ്ദേഹത്തിന്റെ സ്പെൽ റോയൽസിന് നിർണായകമായ ബ്രേക്ക് ത്രൂകൾ നൽകി കളിയുടെ ഭൂരിഭാഗം സമയവും അവരെ മത്സരത്തിൽ നിലനിർത്തി. പക്ഷേ മുംബൈയുടെ ബാറ്റിംഗ് ഡെപ്തിൽ നിന്നുള്ള തുടർച്ചയായ സമ്മർദ്ദം ഒടുവിൽ കളി അവരുടെ വഴിക്കാക്കി. ഈ മത്സരം T20 ക്രിക്കറ്റിൽ ഓൾറൗണ്ടർമാരുടെ തന്ത്രപരമായ പ്രാധാന്യം എടുത്തു കാണിച്ചു. കളിയുടെ ഗതി നിയന്ത്രിക്കാൻ ഇരു ടീമുകളും തങ്ങളുടെ ഓൾറൗണ്ടർമാരെ കാര്യമായി ആശ്രയിച്ചു. ഈ നിർണായകമായ ചേസിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിന്റെ വലിയ സ്കോർ പതിയെ വെട്ടിച്ചുരുക്കി. IPLൽ മുംബൈ എന്തുകൊണ്ടാണ് ഇത്ര സ്ഥിരതയുള്ള ടീമെന്ന് അവർ ഈ കളിയിലൂടെ വീണ്ടും തെളിയിച്ചു. വാങ്കഡയിലെ പിച്ചിനോട് നന്നായി ഇണങ്ങിയ അവരുടെ ബാറ്റിംഗ് നിര ആവശ്യമായ റൺറേറ്റ് ഒരുപാട് കൂടാതെ ശ്രദ്ധിച്ചു. പ്രധാനപ്പെട്ട കൂട്ടുകെട്ടുകൾ ഇന്നിംഗ്സിന് ശക്തി നൽകി. രാജസ്ഥാൻ ബൌളർമാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവരെ നിരാശരാക്കി. സമ്മർദ്ദം താങ്ങിയെടുത്തും ആവശ്യം വന്നപ്പോൾ തിരിച്ചടിച്ചും മധ്യനിര ബാറ്റ്സ്മാൻമാരാണ് നിർണായക സംഭാവനകൾ നൽകിയത്. ആവേശകരമായ പിന്തുണയ്ക്ക് പേരുകേട്ട വാങ്കഡയിലെ കാണികളും വലിയ പങ്കുവഹിച്ചു. ഹോം ടീമിന്റെ വിജയത്തിന് ആ ഇലക്ട്രിക് അന്തരീക്ഷം ഒരുപാട് ഊർജ്ജം നൽകുന്നതായി തോന്നി. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഈ വിജയം വളരെ നിർണായകമായിരുന്നു. ലീഗ് ഘട്ടം അവസാനിക്കുമ്പോൾ പ്ലേ ഓഫ് സ്ഥാനങ്ങളിൽ ടോപ്പ് 4ൽ അവർക്ക് ഇടമുറപ്പിക്കാൻ ഇത് സഹായിച്ചു. പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ജയം നിർബന്ധമായിരുന്ന രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി വലിയ തിരിച്ചടിയാണ്. ഇനി അവരുടെ പ്ലേ ഓഫ് വിധി മറ്റ് ലീഗ് മത്സരങ്ങളുടെ ഫലങ്ങളെ ആശ്രയിച്ചിരിക്കും. 69ാം മത്സരത്തിന്റെ ഫലം പ്ലേ ഓഫ് ചിത്രത്തെ ആകെ മാറ്റിമറിച്ചു. 2026 IPL സീസണിന് ഇത് കൂടുതൽ ആകാംക്ഷയും ആവേശവും നൽകുന്നു. 10 ശക്തരായ ടീമുകളും കടുപ്പമേറിയ മത്സരക്രമവുമുള്ള ഈ ടൂർണമെന്റ് എപ്പോഴും ഇങ്ങനെ ആവേശകരമായ മത്സരങ്ങൾ സമ്മാനിക്കാറുണ്ട്. എലിമിനേറ്റർ, ക്വാളിഫയർ ഘട്ടങ്ങളിലേക്ക് ലീഗ് നീങ്ങുമ്പോൾ ടീമുകൾ ഇത്തരം പ്രകടനങ്ങളെക്കുറിച്ച് തീർച്ചയായും ചിന്തിക്കും. കാരണം ഓരോ റണ്ണും ഓരോ വിക്കറ്റും ചിലപ്പോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്നതിനും നേരത്തെ പുറത്താകുന്നതിനും ഇടയിലുള്ള വ്യത്യാസമായിരിക്കും. വ്യക്തിഗത മികവിന്റെയും ടീം ഒത്തൊരുമയുടെയും മനോഹര നിമിഷങ്ങൾ കൊണ്ട് 2026 IPL ഇന്നും മികച്ച T20 ക്രിക്കറ്റിന്റെ ഒരു നേർക്കാഴ്ചയായി തുടരുന്നു.